ഹായ്, അസ്സലാമു അലൈക്കും. ജുനൈദ് അമ്പലത്താണ്. ഒരുപാട് സങ്കടത്തോടെ, അതായത് ഒരുപാട് വിഷമമുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ, വീണ്ടും ഈ ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇതൊക്കെ തെളിയിക്കുക, നമ്മളെന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ, മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് വരുന്നതുണ്ടല്ലോ. അതൊരു ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഞാൻ ഈ കേസ് ഇവിടെ നിർത്തുന്നു. നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം എൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റോ കാര്യങ്ങളോ ഇല്ല. എനിക്ക് ജോലിയുണ്ട്, അതുപോലെ ചെറിയ ബിസിനസ് കാര്യങ്ങളുണ്ട്, പിന്നെ വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് ഞാൻ തിരക്കിലാണ്. എനിക്കതിനുള്ള സമയമില്ല. ഞാനൊരു യൂട്യൂബർ അല്ല, അത് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മളെ വന്ന് പെട്ടതാണ്. പെട്ടപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ ഉപകാരമാകുമല്ലോ എന്ന് കരുതി. പിന്നെ ഒരുപാട് ആളുകളുണ്ട് പലതും പുറത്ത് പറയാൻ മടിക്കുന്ന വിഷയങ്ങളും, അതേപോലെ കേസിനെ കുറിച്ച് എന്താ അറിയാത്ത ആളുകളും. അപ്പം നമ്മളോട് അത് അവർ ഷെയർ ചെയ്യുമ്പോൾ, ഒരു കൗൺസിലിംഗ് പോലെ അവർ ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് വക്കീൽമാർക്ക്, അഡ്വക്കേറ്റ്മാർക്ക് കൊടുത്തിട്ട് എന്താ വേണ്ട പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തതും, അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയതൊക്കെ അൽഹംദുലില്ലാ നല്ലൊരു കാര്യം. അതിലൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് മനസ്സിന്. പിന്നെ എന്നെ നിങ്ങൾ അറിയാൻ കാരണം ദിയ ഫാത്തിമ എന്ന കുട്ടിയുടെ പേരാണ് അല്ലേ. ദിയ ഫാത്തിമ കാരണമാണ് എന്നെ നിങ്ങൾ ഭൂരിപക്ഷം ആളുകളും, കുറേ ആളുകൾക്ക് എന്നെ അറിയാം, പാട്ടും ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആളുകൾക്ക് അറിയാം. എങ്കിലും ഞാനിപ്പോൾ വീണ്ടും വന്നത് ദിയ ഫാത്തിമ എന്ന കുട്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഒരു അന്വേഷണമായിട്ട് 2 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഈ അന്വേഷണം കാര്യങ്ങളായിട്ട് പോകണം. ഞാൻ ഇന്ന് വരെ ഒരു യൂട്യൂബിലോ എനിക്ക് ഫേസ്ബുക്കിലോ, ഞാൻ അടിയിൽ എൻ്റെ ഒരു പേജ് കാണിച്ചു തരാം, എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജ് കാണിച്ചു തരാം. അതിൽ നിങ്ങളൊന്ന് നോക്കിയേ എത്ര ആളുകൾ, അതൊക്കെ അന്ധകാലം എനിക്കുണ്ട്. 28,000 30,000 അങ്ങാനും സബ്സ്ക്രൈബറൊക്കെ ഉള്ള പേജാണ്. ലൈക്കും കാര്യം കമൻറ്റൊക്കെ നല്ലതാണ്. പക്ഷേ ഞാനൊന്നും അതിലൊന്നും ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ ഞാൻ നിൽക്കാറില്ല. പിന്നെ എൻ്റെ ഈ ഒരു ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ തന്നെ ആ വീഡിയോ എടുത്തിട്ട് അതിലൊക്കെ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഷെയർ ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ, ലൈവിലൊക്കെ വരുമ്പോൾ ഒരുപാട് ആളുകളെ കാണും, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണത്. പിന്നെ അതുപോലെ ഇവിടെ മാളുകളിലൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പോയപ്പോൾ എന്താണ് ഇപ്പോൾ ഉപ്പൊക്കെ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിയാം, എന്നെയും തിരിച്ചറിയാനായോ. കാരണം ഇവിടെ ചെന്നാലും ആളുകളൊക്കെ അത് ജുനൈദല്ലേ എന്ന് ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുട്ടിയുടെ ഉപ്പ അതിനെക്കുറിച്ച് ഇങ്ങനെ വേണ്ടാത്തോരോ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഞാൻ അയാളുടെ വീഡിയോ ഒന്നും കാണാറില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ പ്രശ്നങ്ങളെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ പുള്ളിയുടെ നമ്പർ കൊടുത്തിട്ട് ഒരുപാട് ആളുകളോട് എന്നെക്കുറിച്ച് മോശമായിട്ട് പബ്ലിക് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ആ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനൊരു കുടുംബമുള്ള ആളാണ്, സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയ വിഷയമാണിത്. എന്നെ ക്ഷമിക്കണം, കാരണം ഈ ഒരു വീഡിയോ ഞാൻ മനഃപൂർവ്വം വന്നതല്ല, എന്നെ വരുത്തിച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും ലെങ്ത് കൂടുതലോ കാര്യങ്ങൾ വലിച്ചു നീട്ടുന്ന അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും, അതുപോലെ ഇന്ന് ഞാൻ രാവിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ട് ആ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കുട്ടിയുടെ ഒപ്പം എന്നെ ഉപ്പ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ഇതിനു മുമ്പൊക്കെ ആയിട്ട് എൻ്റെ കുട്ടീൻ്റെ പേര് പറഞ്ഞ് ഇനി വീഡിയോ ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ലാസ്റ്റ് ഒരു വീഡിയോ വന്നു, ഞാനിവിടെ നിർത്തിയെന്ന് പറഞ്ഞിട്ടും പുള്ളി എൻ്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവ അങ്ങനെ കാശ് പിരിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മുഴുവൻ മെസ്സേജുകൾ വരികയാണ് എനിക്ക്, ഇതെന്താണ്, ഇതേതാണ് ഇത്. അപ്പം നമ്മൾ എത്രയോ പാവം ഉമ്മമാരും ഒരുപാട് സഹോദരങ്ങളൊക്കെ എന്നെ അവരാരും തെറ്റിദ്ധരിച്ചിട്ടില്ല. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു മോശമായിട്ടൊരു കമൻറ്റ് കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല, അയാളിട്ട കമൻ്റ് അല്ലാതെ. എങ്കിലും ഇവർക്കൊക്കെ ഇതിന് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഞാനിന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിരുന്നു, ഒരു 8-9 കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും എന്താണ് ഈ കുട്ടിയുടെ കേസിൽ സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാനത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്, വിത്ത് ചില കാരണങ്ങൾക്ക്, ചില അവരുന്നയിച്ച കുറച്ച് കാര്യങ്ങൾക്കുള്ള തെളിവുകളുമായിട്ട് ഞാനിതിലിങ്ങനെ കാണിച്ചു തരാം ഓരോ കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഞാൻ ഏകദേശം 2 വർഷമായിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ. 2 വർഷമല്ല, അതിനധികമായിട്ടുണ്ട് ഇതിൻ്റെ പിറകിൽ. അപ്പോൾ ഞാൻ ആരോടും പറയാതെ, ആരോടും മിണ്ടാതെ ഞാൻ എൻ്റെ രീതിക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ ഹാപ്പിയാണ്. ഇവിടെ ഇരുന്ന് ചെയ്യില്ല, അപ്പോൾ അതിനൊക്കെ ഒരുപാട് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അന്ന് ഒരു ഗ്രൂപ്പ് ഞാൻ ചുരുക്കി പറയാം, ഒരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല രീതിക്ക് അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ആളുകളുണ്ട്, ഒരു മജീദ് ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്,
ഞങ്ങളൊന്നും നേരിട്ട് അറിയില്ല, കണ്ണൂരുള്ള ആളാണ്. പിന്നെ ഒരു അബു മുസ്ലിം പറഞ്ഞിട്ട് നല്ലൊരു പയ്യനാണ്. ഇവർ 2 പേര്. പിന്നെ ഹരീഷ് വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പയ്യനാണ്. പിന്നെ അജിത, പിന്നെ അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ആളുകളൊക്കെ ഞങ്ങളൊക്കെ ഒറ്റ കെട്ടായിട്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയായിരുന്നു. ഈ കേസ് അന്വേഷണം ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്നത് ആലുവയിലാണ്. ആലുവയിൽ ചെന്നിട്ട് നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് പോയി. പഴയ കേസാണ്, കുറേ വർഷങ്ങൾ മുമ്പുള്ള. അതായത് നിങ്ങൾക്കറിയാം, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു 3 വർഷം ഡെഡായി കിടന്ന 3 വർഷം അന്വേഷണമോ കാര്യങ്ങളോ ഒരു തുമ്പോ കിട്ടാത്ത കേസുകളൊക്കെ ഞാൻ സംസാരിക്കുന്നത് പബ്ലിക്കിലാണ് കേട്ടോ. കുറേ ആളുകളൊക്കെ അറിയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വാക്ക് തന്നല്ലേ വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് 2 ദിവസം 2-3 ദിവസമായിട്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത്. ഓക്കെ, ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങനെ ആലുവയിൽ ചെന്നത്. ആലുവയിൽ ചെന്ന് ഞങ്ങൾ കേസിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ പൊടി തട്ടിയെടുത്തു. അപ്പോൾ അത് സുഹൈലിനെ പറഞ്ഞു വെച്ചിരുന്നു. ആലുവയിൽ വക്കീലിനെ കാണാൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കുട്ടിയുടെ ഒപ്പം പോയിരുന്നു. ഒരു പ്രാവശ്യമാണ് പോയത് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ആണ് കേസ് മുന്നോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും കേസിൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ കഴിയുന്ന പോലെയൊക്കെ സഹായിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഗ്രൂപ്പിൽ ഇത്രയും ആയിരക്കണക്കിന് 1000 ആളെ കണ്ടു തോന്നുന്നു. അന്ന് ആ ഗ്രൂപ്പിൽ എത്രയാണ് ആളെ കൊള്ളാവുന്ന അത്ര ആളുകളുണ്ട്. അങ്ങനെ വേറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കൊള്ളാഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആളുകളായി. അങ്ങനെ ഞങ്ങളൊരു ചെറിയ പിരിവിട്ട് ഗ്രൂപ്പിൽ ഈ കേസിൻ്റെ ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതോ മറ്റുള്ളവർ പറഞ്ഞതല്ല, എല്ലാവരും കൂടെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. അതിലധികം സ്ത്രീകളാണ്, ഉമ്മമാരാണ്. അപ്പോൾ ആളുകളൊക്കെ ഒരു 100 രൂപ 1000 രൂപ ഒക്കെ വെച്ചിട്ട് അത് വലിയ വലിയ സംഖ്യകളാവും. അപ്പോൾ ഈ ആളുകൾ എന്നോട് പറഞ്ഞു, കൂടുതലുള്ള ആളുകൾ എന്നോട് പറഞ്ഞു നമുക്കതൊരു അക്കൗണ്ട് ആക്കി ബാങ്കിലൊരു അക്കൗണ്ട് തുടങ്ങാം. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. നമ്മുടെ ലക്ഷ്യം കുഞ്ഞിനെ കിട്ടുകയാണ്, പോകാനുള്ള ചിലവും കാര്യങ്ങളും. അപ്പോൾ സുഹൈലിൻ്റെ അല്ലെങ്കിൽ അവരുടെ പേരിൽ ആ അക്കൗണ്ട് മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് സമ്മതമല്ലാഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ വീട്ടുകാരുടെ അക്കൗണ്ട് തന്നെയാണ്, സുഹൈലിൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഇതിൽ കൊടുത്തത്. അതൊക്കെ ആ ഗ്രൂപ്പിലുണ്ട്, എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, പക്ഷേ എനിക്കതിന് സമയമില്ല. വേണ്ടാന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ കാരണം ഇതിലധികം ആ ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ഇടുന്നത്. അങ്ങനെ ഇതിലേക്ക് എത്ര ക്യാഷ് വന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇതൊന്നും കറക്റ്റിന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ അത് നോക്കുന്നത്, നമ്മൾ നോക്കണ്ട, അവർ നടക്കുന്നതിനുള്ള ക്യാഷ് അവർക്ക് കിട്ടും, ആരെങ്കിലും സഹായിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഗ്രൂപ്പിലുണ്ട് ഇപ്പോഴേ. അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ ഈ ആളുകൾക്കത്, ഇപ്പോൾ ഈ അബു മുസ്ലിം അങ്ങനെയുള്ള ആളുകൾക്ക് അതൊന്നും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നീ അവരെ ഭാഗം സംസാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എടാ നമ്മളെ ലക്ഷ്യം അതല്ലല്ലോ, നമ്മൾ അവരെത്ര കിട്ടിക്കോട്ടെ, എത്ര കിട്ടണേ, അവർ പാവങ്ങളല്ല. ആ രീതിക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അങ്ങനെ ഇവർക്കൊക്കെ ഒരു വിയോജിപ്പ് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാം പിരിയുന്നു. ഓക്കെ, ആദ്യമുള്ള ഒരു ആവേശമൊന്നും പിന്നീട് ആരിലും കണ്ടില്ല. പലരും വന്നിരുന്നു. അങ്ങനെ ഒരു ആവേശം ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ, അതായത് അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ല, എത്ര കാശ് അതിൽ വന്നു എന്നറിയില്ല. അപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നു, അവിടെ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത വിഷയങ്ങളും കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു. അപ്പോൾ എത്രയും വന്നതെന്ന് അവർക്ക് അറിയുള്ളത്. പലരും പറഞ്ഞു ഞങ്ങൾ 5000 അയച്ചിട്ടുണ്ട്, 10000 അയച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ, നമുക്ക് ആ കുട്ടീനെ കിട്ടുക എന്നാണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലൂടെ പോവല്ലായിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചത്. എനിക്കതിന് സമയമില്ലായിരുന്നു, ഞാൻ ഇതിലേറെ ബിസി ആയിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വഴിയിലൂടെ അങ്ങനെ പോയേക്കാണ് ഞാൻ. ഓക്കെ, അങ്ങനെയാണ് ഒരു യൂട്യൂബർ ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നീട് ഇപ്പോൾ ഒരു 4-5 മാസം മുന്നേ ഒരു യൂട്യൂബർ ജുനൈദ് എന്ന് പറഞ്ഞ ഒരാൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാ ഉമ്മയുടെ വായെന്ന് വരുന്നത് പേര് വന്നു. അങ്ങനെ അയാൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. സൗദി അറേബ്യക്ക് ഇങ്ങോട്ട് വിളിക്കുക ചെയ്ത അയാൾ ഫോണിൽ. അങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു പുള്ളി, ഇത് നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതിനാട് നല്ല എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കിട്ടാൻ ഈ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് പുള്ളി വരുത്തിയതാണ് എന്നെ. അങ്ങനെ ഞാൻ പുള്ളിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ എന്നത് 4 ആൾ അറിയട്ടെ, വീണ്ടും 4 ആൾ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ഒരു വ്യക്തി എന്നെ വന്നിട്ട് അനാവശ്യമായിട്ട് കളിയാക്കി. അയാളുടെ റീച്ചിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരാൾ വന്ന് കളിയാക്കിയപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇതൊന്നും അത്ര പരിചയമില്ല. അപ്പോൾ ഞാനത് നന്നായി റിയാക്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് 1 മിനിറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ 10 മിനിറ്റുള്ള വീഡിയോ 10 പീസായിട്ടാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്നോട് ഇവരൊക്കെ പറഞ്ഞ് നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെയാണ് കുറേ ഉണ്ട് കാര്യങ്ങൾ. അങ്ങനെ ഞാൻ യൂട്യൂബിൽ വന്നു 1-2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് 1000, 2000, 3000 ഒക്കെ നല്ല ഒരുപാട് സബ്സ്ക്രൈബ് കയറി. ഇത്ര മിനിറ്റുകളൊക്കെ കിട്ടി. എത്രയും പെട്ടെന്ന് എനിക്ക് മോണിറ്റൈസ് ആയിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട്. അങ്ങനെ ആണ് ഞാൻ യൂട്യൂബിൽ വന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് ദിയ ഫാത്തിമയുടെ, ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത് കാണുന്ന കുറേ ഉമ്മമാർ ഇന്നും മെസ്സേജ് അയച്ചിട്ട് ഒന്ന് പറയാവോ എന്താ സംഭവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് മുതൽ പറഞ്ഞത്.
പിന്നെ അതിന് മുമ്പ് ഞാൻ സുഹൈലിനെ കുറിച്ച് പറയാം. കുട്ടിയുടെ ഉപ്പ, അയാൾക്ക് സംശയമുണ്ട്, ഞാൻ അയാളെ സംശയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളതെന്തോ. ഇനിയിപ്പോൾ ഞാൻ അയാളെ സംശയിക്കുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ എന്താ ചെയ്യേണ്ടത്? എന്നെ വിളിച്ചിട്ട് പറയാം, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സംശയിച്ചത്, എന്താണ് അത്. അല്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം വന്നിട്ട് അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. പിന്നെ എനിക്ക് ആ നാട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഈ കേസിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടില്ല. അയാളുടെ നാട്ടുകാർ ഈ കേസിന് അവർക്ക് താല്പര്യമില്ല, നാട്ടുകാർക്ക്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പഞ്ചായത്ത് മെമ്പർ മുതൽ അങ്ങനെയുള്ള ആളുകളൊക്കെ അവരൊക്കെ ഒഴിഞ്ഞു പോകായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ അവരൊക്കെ ഇതാക്കിയിട്ട് ഇവരുടെ വീട്ടിലൊരു മീറ്റിംഗ് ഒക്കെ വരുത്തി. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ആ ഡിസ്കിലാക്കി വെച്ചിട്ടുണ്ട് അന്ന് തന്നെ അതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു നല്ല രീതിക്കായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ കേസ്, എൻ്റെ അന്വേഷണം അന്ന് തൊട്ട് ഇന്ന് വരെ പ്രതികൾക്ക് പിന്നാലെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എങ്ങനെ ഈ കുട്ടി മിസ്സായി, അല്ലെങ്കിൽ എങ്ങനെ, അതായത് പോലീസിന് നമ്മൾ കൊടുത്തു, ക്രൈംബ്രാഞ്ചിന് കൊടുത്തു, ഒക്കെ നമ്മൾ നിയമപരമായിട്ടാണ് നോക്കുന്നത്. പിന്നെ നമ്മുടെ കുട്ടിയല്ലേ എന്നുള്ള രീതിക്ക് നമ്മളെ വഴിക്കും നോക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെതായിട്ടുള്ള വഴിക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും ആ പ്രതികളുടെ പിന്നാലെ ഉള്ളത്. അതാരായിരിക്കും, എന്തിനാണ് അവർ ചെയ്തത്, അങ്ങനെ എൻ്റെ വഴി എനിക്കറിയാം, അത് കറക്റ്റാണെന്ന് എനിക്കറിയാം. പിന്നെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ഭീഷണികൾ, ഒരുപാട് ഇതൊക്കെ ജീവൻ പണയം വെച്ചുള്ള കളികളാണ്. ഈ മാഫിയകളെ ഏറ്റവും സംസാരിക്കുന്നതും ഇങ്ങനെ വന്ന് പറയുന്നതും പോലീസുകാരുടെ അനാസ്ഥനെ കുറിച്ച് സംസാരിക്കുന്നതും, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും എന്നറിഞ്ഞിട്ടും ഒരു കുട്ടിക്കും വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വരുന്നത് ഒക്കെ പോട്ടെ. നമ്മുടെ സമയം, നമ്മുടെ വിലപ്പെട്ട സമയം നമ്മളിതിന് മാറ്റി വെക്കുന്നത് തന്നെ വലിയ കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ എൻ്റെ സങ്കടം ഇയാളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഭയങ്കര സങ്കടം മാത്രമല്ല, എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക, എന്താ ഇങ്ങനെ പറയുന്നത്, എന്തെങ്കിലും. ഇതിനൊക്കെ മറുപടി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വലിച്ചു നീട്ടി എന്നൊന്നും പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയരുത്. അപ്പോൾ എന്താണ് ദിയ ഫാത്തിമ? ഞാൻ അതിൽ ആദ്യം പറഞ്ഞ കാര്യം എന്താണ് ദിയ ഫാത്തിമ. അതിന് മുന്നേ ഈ കുട്ടിയുടെ ഉപ്പ, ഞാൻ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയതാണത്. ഈ ഉപ്പയെക്കുറിച്ച് പറയണേ, അയാൾ ഒരു പാവമാണ്, ഒരു നാട്ടിൻപുറത്തുകാരാണ് അവർ. അപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ പിരികേറ്റുമ്പോൾ, ദേഷ്യം പിടിപ്പിക്കുമ്പോൾ, അതെന്താന്ന് കാരണം ഞാൻ ലാസ്റ്റ് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രതികരിക്കും. അപ്പോൾ ആ ഒരു ദേഷ്യം സങ്കടമൊക്കെ വന്നുകൊണ്ടായിരിക്കും എന്നെക്കുറിച്ച് അങ്ങനെ വേണ്ടാത്തതൊക്കെ അദ്ദേഹം പറഞ്ഞ 100% കളവാണ്. എല്ലാം പറഞ്ഞത് കളവാണ് പുള്ളി പറഞ്ഞത്. അതായത് ഞാൻ പിരിവ് നടത്തുന്ന ഫേമസ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പച്ച കളവാണ് അതൊക്കെ. അപ്പോൾ അത് തെളിയിച്ച് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് അവരൊരു നാട്ടിൻപുറത്തുകാരാണ്. അവരുടെ ഒരു വിവരമില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു പാവ മനസ്സ്, അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടായിരിക്കും ആരെങ്കിലും ആരെങ്കിലും അല്ല തെറ്റിദ്ധരിപ്പിച്ച ആളെ ഞാൻ അവസാനം പറയാം എന്താണെന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് കമൻറ്റുകൾ കിടപ്പുണ്ട് താഴെ. ഞാൻ കാശ് പിരിക്കുന്നു, ഞാൻ എന്ത് ത്യാഗ ചെയ്തത്, എന്താണ് എടോ ചങ്ങാതി, ഞാൻ ഈ എൻ്റെ സമയം തന്നെ ചിലവാക്കുന്നത് വേണ്ട. ഇപ്പോൾ ഈ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതിന് വേണ്ടി സംസാരിക്കുന്നതോ നിങ്ങൾക്ക് അറിയാത്തത്, അതായത് നിങ്ങൾ ഈ കാണുന്ന കുറച്ച് അപ്ഡേറ്റല്ലേ നിങ്ങൾ അറിയുന്നുള്ളൂ. ഓരോ കോൾ എന്നൊക്കെ പറഞ്ഞാൽ 5 മണിക്കൂറൊക്കെ ഇതിൽ സംസാരിക്കണം, വിശ്വസിക്കുമോ? ഓരോ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം. അപ്പോൾ എൻ്റെ വൈഫ് എന്നെ പറയും, നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് കഥ പറയുന്നതാണ്, മക്കളെ വിളിച്ച് കഥ പറയുന്നതാണ്, സംസാരിക്കുന്നതാണ്, അങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ നിങ്ങൾ ദിയ ഫാത്തിമ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ കുറച്ച് 5-6 മാസമായിട്ട് നിങ്ങൾ വിളിയില്ല, ഒന്നുമില്ല, ഒരു രസമില്ല എന്നൊക്കെ വൈഫ് പറയും. പക്ഷെ നല്ലൊരു കാര്യത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നോട് ക്ഷമിക്കുകയാണെന്ന് എൻ്റെ വൈഫ് പറയുന്നത് എന്നോട്. ഇന്നെൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. ഞാനൊരു പോസ്റ്റോ ഞാനൊരു ഇതോ ഇട്ടിട്ടില്ല, കാരണം അത്രയും വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച കളവാണ്. അദ്ദേഹം ഇന്ന് വൈകുന്നേരം എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞങ്ങൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അയാളൊരു പാവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അത്രയും കാലം മനസ്സിലാക്കി. പിന്നെ ആർക്കെങ്കിലും സംശയം, കുട്ടിയുടെ ഉപ്പ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തോ, ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാലത്തെ ആ ഒരു വീടുമായിട്ടുള്ള പരിചയം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിലൊരു പങ്കുമില്ല. കാരണം അയാൾ അത്രയും സ്നേഹിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് അയാളിനോട് പറയിപ്പിച്ചതോ കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് മനസ്സിലായതാണ്. പിന്നെ എവിടെയാണ് അയാൾക്ക് തെറ്റിദ്ധാരണ വന്നത് അത് ഞാൻ അവസാനം പറയാം. അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. 9 കാര്യങ്ങളാണ് ഞാൻ മേലെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, 9 കാര്യങ്ങൾ. അതിൽ 6ാമത്തെ കാര്യം ഞാൻ ആദ്യം പറയാം. അതായത് ഞാൻ വഴി അവർക്ക് 10 പൈസ കിട്ടിയില്ല, എത്ര അവർക്ക് ഞങ്ങൾ കയ്യിൽ നിന്ന് കൊടുത്തു. അതാണല്ലോ ഇപ്പോൾ ഭയങ്കര പ്രശ്നം എന്താണെന്നൊക്കെ ഞാൻ ആദ്യം തന്നെ പറയാം. ഇതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഈ പാവം ആളുകളൊക്കെ വരുമ്പോൾ സഹായം കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് എടുത്താണ് കൊടുക്കുക. അത് ഉണ്ടായിട്ടൊന്നുമില്ല, ഞാൻ പറയാൻ പാടില്ല എന്നാലും പറയാം. ഞാൻ അവസാനം ഓരോ മെസ്സേജ് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു പാവം തോന്നും, അയ്യോ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരും. അപ്പോൾ ഞാൻ വിളിക്കും, അവരെ വിളിക്കുമ്പോൾ ഒക്കെ നോക്കുമ്പോൾ ഒക്കെ ജെനുവിനാണ് തോന്നിയാൽ നമുക്ക് പിന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ ഉറക്ക് വരില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കേണ്ട ഡൊണേഷൻ ഫീസ് വരെ ഞാൻ എടുത്ത് കൊടുത്തതിൻ്റെ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, അതുവരെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെയൊക്കെ പ്രശ്നം
ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരുപാട് ലക്ഷങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ 1000 10,000 ലക്ഷങ്ങളൊക്കെ ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അതിന് ഇത്ര കിട്ടും, അങ്ങനെയൊക്കെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അപ്പം ഞാൻ സഹായിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ്. പിന്നെ ആ കുട്ടിയുടെ പേര് വന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എവിടെയേ കിടക്കുന്ന ഞാൻ ഈ പെടാപ്പാട് പെടുന്നതും ഈ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതും. ഇപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, നമുക്കൊക്കെ എന്ത് വാർത്തകൾ വന്നാലും എന്ത് വന്നാലും അത് പെട്ടെന്ന് അവിടെ തീർന്നു പോകും. പക്ഷേ ഇത് കണ്ട നിങ്ങൾ എത്ര കാലമായി, ഇപ്പോൾ 5-6 മാസമായി ലൈവിൽ ഇങ്ങനെ നിൽക്കുകയാണിത്. കാരണം ആളുകൾ ഓർത്തുകൊണ്ടിരിക്കണത് ഇവിടെ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഞാൻ നാട്ടിൽ വരികയാണ്, പത്രസമ്മേളനം വേണം, അതുപോലെ പോലീസിൽ ഇത് ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത് മുതലാണ് ഇതിൻ്റെ പിന്നിൽ കുറേ കറുത്ത കൈകളുണ്ട്. അതൊക്കെ പിച്ച് ചിന്താനും പറയാൻ വേണ്ടി, തുറന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ വന്നത്. ഇത് ഒരുപാട് ലെങ്ത് ആവും, എന്നോട് ക്ഷമിക്കണം എല്ലാവരും. ഓക്കെ, അപ്പോൾ ഞാൻ വഴി അവർക്ക് ഒരു 10 പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതിന് എൻ്റെ അടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ മാസം, അതായത് ഇപ്പം വേണ്ട, ഈ ഒരു ലാസ്റ്റ് മാസം, ഇതിപ്പോൾ ഒക്ടോബർ അല്ലേ, ഒക്ടോബർ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, ഒക്ടോബർ ഇതിൻ്റെ പിറകിലുള്ള 2-3 മാസം മാത്രം കൊടുത്ത് 5000 1000 12,000 വെച്ചിട്ട് എൻ്റെ അടുത്ത് ഫുള്ള് തെളിവുകളുണ്ട് ഇതിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ സുഹൈൽ പോയി വൈകുന്നേരം എന്നോട് സംസാരിച്ചതിൻ്റെ പേരിൽ എനിക്കെന്തോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ സ്ക്രീൻഷോട്ട് വരെ നിങ്ങളെ കാണിക്കുമായിരുന്നു. പിന്നെ ഞാൻ പലർക്കും വിളിച്ചു, നിങ്ങൾ എത്ര കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ എനിക്ക് ഈ ഗൂഗിൾ പേൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. അതൊക്കെ എൻ്റെ ഫോണിലുണ്ട്. ഓക്കെ, ഫോണിലുണ്ട്. ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് താഴെ കാണിക്കാം, കഴിഞ്ഞ മാസങ്ങളൊക്കെ കൊടുത്തത്. പിന്നെ അവരൊരിക്കലും എന്നോട് പിരിവിടാനൊന്നും പറഞ്ഞിട്ടില്ല പൈസ. പിന്നെ നമ്മളത് പുള്ളി അസുഖമായിട്ട് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ അറിയുമല്ലോ, ഇത് എപ്പോഴും വിളിക്കുന്നല്ലേ വീടുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പുള്ളിക്കോ അല്ലെങ്കിൽ അവർക്കൊക്കെ വിളിക്കുമ്പോൾ നമ്മളറിയും. അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ ഒരു മെസ്സേജൊക്കെ അയക്കും, അസ്സലാമു അലൈക്കും, സുഖല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ എന്തൊക്കെ വിശേഷം വീട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അറിയുന്ന ചില കാര്യങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് സഹായിക്കാം. അദ്ദേഹം ഒരിക്കലും ഇന്ന് വരെ ഒരു പിരിവെടുത്തിട്ടില്ല, പിരിവെടുക്കാൻ പുള്ളി പറഞ്ഞിട്ടില്ല 100%. ഓക്കെ, നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ താഴെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു 2-3 സ്ക്രീൻഷോട്ട്, 2 ആൾ മാത്രം അയച്ച സ്ക്രീൻഷോട്ട് ഞാൻ താഴെ കാണിച്ചു തരാം, ഒന്ന് നോക്കി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസം അയച്ചതായിരിക്കും അത്. ഓക്കെ, അപ്പോൾ 6ാമത്തെ ഒരുപാടുണ്ട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഈ ആളുകളോട് എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് ഒരു കൈ അറിയാതെ കൊടുത്തതല്ലേ ബ്രോ, അത് പോട്ടെ, പുള്ളി വിവരമില്ലാതെ പറഞ്ഞതായിരിക്കും, അത് പോട്ടെ, ക്ഷമിക്കുക എന്ന് എന്നോട് പറഞ്ഞു. കാരണം അവരൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞു അവരൊക്കെ പലരും സഹായിക്കും. അപ്പോൾ ആ സഹായം എന്നുള്ള ഇനി സുഹൈലിനൊരു പ്രശ്നമുണ്ട്. കാരണം അയാൾ പറഞ്ഞു എൻ്റെ നാട്ടിൽ ഒരു 1000 രൂപ പോലും കടം ചോദിച്ചതില്ല, നിന്നെ ജുനൈദ് സഹായിക്കുന്നില്ല എന്ന്. അപ്പോൾ ആ നാട്ടുകാരോടും ഞാൻ പറയുകയാണ്, അപ്പോൾ ഞാൻ ഇനി സഹായിക്കുന്നില്ല. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന്, എൻ്റെ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ ഭാഗത്തുനിന്നോ ആ വീട്ടിലേക്കുള്ള സഹായം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ നാട്ടുകാരിൽ പോയിട്ട് കടം വാങ്ങുക എന്താ വെച്ചാൽ ചെയ്തോളൂ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തത വന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കുട്ടിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഞാൻ 6 മാസം അത് മറച്ചു വെച്ചു. ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഞാൻ ഇപ്പോൾ കണ്ടെത്തിയൊരു കുട്ടിയുണ്ട്, ഞാൻ പ്രതികളുടെ പിന്നാലെയാണ്. അപ്പം നമുക്ക് പല ആളുകളും പല ഇൻഫർമേഷനും പല സ്ഥലങ്ങളൊന്നും കിട്ടും. അങ്ങനെ കിട്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞാനത് 6 മാസത്തോളം മറച്ചു വെച്ചിട്ട് ഞാൻ നാട്ടിൽ വന്ന് ഇപ്പോൾ നമ്മളെ മനാഫിക്കൊക്കെ മാറിയായി വലിയ ആളായി നടന്ന് റീച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആളുകളുടെ ഇടയ്ക്ക് ഇതാണ് കുട്ടി ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇത്ര കാലം മറച്ചു വെച്ചു എന്ന് പച്ചക്ക് അയാൾ അവിടെ വിളിച്ച് പറഞ്ഞു. വീഡിയോ ഞാൻ കേട്ടിട്ടില്ല, പറഞ്ഞു എല്ലാവരും വീഡിയോയിലുണ്ടെന്ന്. കമൻറ്റ് ഞാൻ വായിച്ചു അദ്ദേഹത്തിൻ്റെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിൻ്റെ തെളിവ്, അത് തെളിക്കൽ എൻ്റെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻഫർമേഷൻ തന്ന വ്യക്തി, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു നാട്ടിൽ എന്ന് പറഞ്ഞ് അയാൾ എന്നെ വിളിക്കുമ്പോൾ ഓഗസ്റ്റ് 15 9:12 തോന്നുന്നു. ഓഗസ്റ്റ് 15, ഞാൻ ആ സമയം നോക്കട്ടെ, എനിക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്ന സമയം ഓഗസ്റ്റ് 14 3:16 ഞാൻ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്, മേലെ നിങ്ങൾക്ക് വായിക്കാതെ. ഓഗസ്റ്റ് 14 3:16 ഹായ് വിട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഹായികൾ ഇൻസ്റ്റാഗ്രാമിലാണ് വന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കിടക്കുന്ന ഇവിടെ നമുക്ക് സ്പാം എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, റിക്വസ്റ്റ് പറഞ്ഞിട്ട്, അതിലായിരിക്കും വന്ന് കിടക്കുക. ഞാനത് നോക്കാറൊന്നുമില്ല, എപ്പോഴെങ്കിലും നോക്കും. അങ്ങനെ അത് ഓഗസ്റ്റ് 14 3:16 വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് ആണ് കേട്ടോ. ഓഗസ്റ്റ് 14 പറഞ്ഞാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 15 ഞാൻ യെസ് എന്നൊരു മറുപടി കൊടുത്തവർക്ക്. അപ്പോൾ കാരണം ഞാൻ മറുപടി കൊടുക്കാൻ ഒരുപാടുണ്ട് ആളുകൾ, ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. ഇതിന് മറുപടി കൊടുക്കാൻ അതിലാരും ഫോളോവേഴ്സ് ഒന്നുമില്ല. അപ്പോൾ എന്നോടെന്തോ പറയാനുള്ള പുതിയൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നതാരോ, അങ്ങനെ ഞാൻ തിങ്ക് ചെയ്തുകൊണ്ടാണ് അതിന് റിപ്ലൈ കൊടുത്തത്. അപ്പോൾ അവർ എനിക്ക് ആദ്യം തന്നെ അവരുടെ നമ്പർ അയച്ചു തന്നിട്ട്, അയാളുടെ നമ്പർ ആദ്യം അയാൾ അയച്ചു തന്നിട്ട് ഓഗസ്റ്റ് 15 9:12 അയാൾ എനിക്ക് അയച്ചു തന്നു. ഓഗസ്റ്റ് 15. ഓക്കെ, തെളിവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. താഴെ നിങ്ങൾക്ക് കാണാതെ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. അങ്ങനെ ഞാൻ ഈ വിവരം നേരെ വേറൊരാൾക്ക് കൊടുക്കുകയാണ്. ആ ആളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരമൊക്കെ. ഞാനൊരു ദിവസം ലൈവിൽ വന്നു.
ഒരു ദിവസം ലൈവിൽ വന്നിട്ട് എനിക്ക് സത്യം പറയണ എല്ലാവരും പേടിത്തൊണ്ടന്മാരാണ്. ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോവോ, അവിടെ സ്റ്റേഷനിൽ പോവോ, ഇന്ന സാറിനെ കാണുമോ എന്നൊന്നും പറഞ്ഞാൽ ആർക്കും പോകാനൊന്നും ഒരു സമയമില്ല. അതാ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് ആരും ഇതിന് സമയം. യൂട്യൂബിൽ വന്നിട്ട് വായിടാനും സംസാരിക്കാനൊക്കെ പല ആളുകളും കാണും, പക്ഷേ കാര്യത്തിലൂടെ നടക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ലൈവിൽ വന്നപ്പോൾ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു, ജുനൈദ് നിങ്ങളെ വീഡിയോ എല്ലാം കാണാറുണ്ട്, അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വന്ന ഒരാളാണ്. അപ്പം ഞാൻ അയാളായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ പലരും ജോലിയുള്ള ആളുകളാണ്, അപ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ഇന്നൊരു സ്ഥലത്ത് നിന്ന്, അതായത് ഈ വിഷയമല്ല കേട്ടോ, വേറെ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, വേറെ നാടാണ്, കേരളത്തിന് പുറത്താണ്, നിങ്ങൾക്കൊന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ പറയാം ജുനൈദ് എന്ന് പറഞ്ഞു, ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേക്കുമ്പോഴേക്ക് പുള്ളി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പെർഫെക്റ്റ് ആണല്ലോ, ആൾ കൊള്ളാലോ എന്ന് പറയാം. അങ്ങനെ ഒരു വിശ്വാസമൊക്കെ നേടിയെടുത്തു ഇയാൾ. അങ്ങനെ ഇയാളൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ട് ഇയാൾ എൻ്റെ കൂടെ നിന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ സംസാരിക്കും. അപ്പോൾ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പുള്ളി ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ആദ്യം തോന്നിയത്, എന്താണ് ഇങ്ങനെ തോന്നിയത്, നമ്മൾ പലതും സംസാരിക്കും. ഇപ്പം നിങ്ങളെ വീട്ടിൽ ഒരു കളവ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛനെ സംശയിക്കും, നിങ്ങളെ അമ്മനെ സംശയിക്കും, നിങ്ങളെ അനിയത്തിമാരെ അനിയനെ എല്ലാവരും പ്രതികളാണ്. സത്യം തെളിയുന്നവരെ ഒരു സംശയം ഉണ്ടാവുമല്ലോ. അതുപോലെ ഇയാൾ അത്രയും വിശ്വസിച്ച ഒരു ഇക്കാക്കാൻ്റെ സ്ഥാനത്ത് ഞാൻ ഇയാളെ കണ്ട് സംസാരിച്ച കാര്യങ്ങൾ ഇത്രയും, നമ്മളൊരു 10 മിനിറ്റോ 20 മിനിറ്റോ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ ഈ രാത്രി ഉറക്കം ഒഴിവാക്കിയിട്ടൊക്കെ ഈ 5 മണിക്കൂറൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചതിൽ ഞാൻ പറഞ്ഞു, ഇയാൾ എന്നോട് ചോദിച്ചു പിന്നെ ഇതിൻ്റെ ഒപ്പം അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, അങ്ങനെ ആവോ, അങ്ങനെയൊക്കെ ഞാൻ, അതായത് അയാളും ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ കാണുന്നത്, ഞാനും അന്വേഷണത്തിൻ്റെ രീതിയിൽ നിന്ന് അങ്ങനെ നമ്മളങ്ങനെ തിങ്ക് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായ ഈ സംസാരം ഒക്കെ ഇയാൾ എന്ത് ചെയ്തു അറിയോ, ഈ ദിയ ഫാത്തിമേൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുത്തു. അതെന്തിന്, അതും കൂടെ ഞാൻ പറയാം. അതും അയാൾ ചോദിച്ചതോ അയാൾ പറഞ്ഞതോ അല്ല, ഞാൻ സംസാരിച്ച ആ ഭാഗം മാത്രം കൊണ്ടുകൊടുത്തു. ഇപ്പം ഞാനും ഒരാളും കൂടെ സംസാരിക്കുന്നത്, അതായത് നിങ്ങളിൽ ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ എന്താടാ എടാ പോടാ എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുന്ന ലാംഗ്വേജ് ആയിരിക്കില്ല, ഞാൻ കേൾക്കുന്ന പോലെ ആയിരിക്കില്ല. ഞാൻ ആ മെസ്സേജ് എടുത്ത് ഫോർവേഡ് ചെയ്ത് മൂന്നാമതൊരാൾ കേൾക്കുമ്പോൾ അയാൾ കേൾക്കുന്ന ടൂണ് വേറെ ആയിരിക്കും. അങ്ങനെ ഇയാൾക്ക് കുറച്ച് തെറ്റിദ്ധാരണ, കുട്ടിയുടെ ഒപ്പാക്ക് കുറച്ച് തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ അയാൾ ഉണ്ടാക്കി. അപ്പോൾ അയാൾ അത് ഉണ്ടാക്കാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമുക്കൊരു ഇൻഫർമേഷൻ വന്നു ഓഗസ്റ്റ് 15 9-12 ഒരു ഇൻഫർമേഷൻ. ഞാൻ ചുരുക്കി പറയുന്ന കാര്യം, അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓഗസ്റ്റ് 15 10-7 ഞാനിവിടെ പിൻ ചെയ്യാം. 10-7 ഞാൻ ഈ വ്യക്തിക്ക് ഈ മെസ്സേജ് അയച്ചു, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, അസ്സലാമു അലൈക്കും, എനിക്കൊരു ന്യൂ കോൾ വന്നു. മൊബൈൽ ടെക്നോളജി ഒന്നും അറിയാത്ത ഒരാളാണ്, 2 വീക്കായി ഉറങ്ങിയിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അയാൾ എങ്ങനെയോ ഇൻസ്റ്റയൊക്കെ ആരെ കൊണ്ടൊക്കെ എടുപ്പിച്ച്, അയാൾക്ക് അങ്ങനത്തെ ഇൻസ്റ്റ എടുക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല, എടുപ്പിച്ച് നമ്പർ വാങ്ങി വിളിച്ചു എന്ന് പറഞ്ഞിട്ട്, നിങ്ങളെന്താ പറഞ്ഞത് 6 മാസം ഞാനിത് മറച്ചു വെച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ 1 മണിക്കൂർ പോലും ആയിട്ടില്ല, 9-12 10-7 1 മണിക്കൂർ പോലും ആയിട്ടില്ല. കാരണം ഞാൻ ഡ്യൂട്ടിയിലാണ്, ഇവിടുത്തെ സമയമാണ് 9 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമയമാണ് കേട്ടോ, നാട്ടിൽ 11:30. അപ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടി സമയത്തിൽ ഫസ്റ്റ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫയലും കാര്യങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും, അതിൻ്റെ ഇടയിലാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചത്. അപ്പോൾ ആ സംശയം നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടാവും, കാരണം അയാൾ എല്ലായിടത്തും പോയിട്ട് പറയുന്നുണ്ട് ഞാൻ 6 മാസം മറച്ചു വെച്ചു എന്ന്. ഓക്കെ, പിന്നെ ഇനി അടുത്തതാണ് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ മെസ്സേജ് ദിയയുടെ വീട്ടിൽ അവരെ പറഞ്ഞിട്ടില്ലാന്ന്, ഞാൻ സുഹൈലിനോടും അദ്ദേഹത്തിൻ്റെ പത്നിയോടും ഭാര്യയോടും ഞാനിത് പറഞ്ഞതിനുള്ള തെളിവ് 10-17 ഞാൻ അവിടെ പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾ നോക്ക്. അവരുടെ വീട്ടിലെ നമ്പറാണത്, 10-17. അപ്പോൾ നോക്കിയാൽ ഈ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ വിഷയങ്ങൾ അറിഞ്ഞ് അവരെ വിളിച്ച് സംസാരിച്ച് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ എന്നെ സഹായിക്കാൻ വന്ന ആളോടും ഈ കുട്ടി ദിയ ഫാത്തിമയുടെ വീട്ടിലേക്കും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ എന്നെയാണ് ഇവർ 6 മാസം ഇത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് ഇത്രയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. അങ്ങനെ ഞാനിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇയാൾക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഈ വീട് എവിടെ, മറ്റുള്ള കാര്യങ്ങൾ എവിടെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ. അങ്ങനെ നമുക്ക് നമ്പർ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കത് പോലീസിൽ കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് എന്താ വേണ്ട പോലെ ചെയ്യാം, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞല്ലേ എനിക്കിങ്ങനെ ഇന്ന ടെലികോമിൽ ആളുകളുണ്ട്, ഞാൻ അവരെ പോയി കണ്ടിട്ട് ഞാൻ ഈ നമ്പറിൻ്റെ അഡ്രസ്സൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയിട്ട് ഈ ആളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു. അന്നത്തെ ദിവസമോ പിറ്റേത്തെ ദിവസമൊക്കെ
അങ്ങനെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി, അവരെ കുറിച്ച് നമ്മൾ അന്വേഷണവും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഇയാൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടി, അവരെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ ഓക്കെ ആയി, ഇന്ന സ്ഥലത്ത് ആളുണ്ട് എന്നൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അയാൾ അങ്ങോട്ട് ഞാൻ അന്വേഷിക്കാൻ വിട്ടതാ. ലൈവിലൂടെ വന്ന ഏതോ ഒരു മനുഷ്യൻ അയാളുടെ ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ കണ്ട് വിശ്വസിച്ച് കൂടെ കൂട്ടിയിട്ട് അയാൾ ഉന്നയിച്ച കാര്യം എന്താ, ഞാൻ 6 മാസം ഇതാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് തെളിവ് കണ്ടു. അപ്പോൾ ഞാൻ അയാളെ ആ നാട്ടിലേക്ക് അയച്ചതാണ്. ഞാൻ പറഞ്ഞു അയാളോട് എൻ്റെ ആളുകളെ അയക്കാം, കൂടെ അയക്കാം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം, ഒരു ചെറിയൊരു കാര്യം കൂടെ നോക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അയച്ചതാണ് അയാൾക്ക്. അയാളുടെ അടുത്ത് നമ്പറായി, നമുക്ക് ഇൻഫർമേഷൻ തന്ന ആളെ നമ്പർ അയാൾക്ക് കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് അയച്ച ആള് പിന്നെ എൻ്റെ ഫോൺ എടുത്തിട്ടേ ഇല്ല. ഞങ്ങൾ തമ്മിൽ ഒരു തെറ്റുമില്ല. അവസാനം വരെ വളരെ സൗഹൃദത്തോടെ സംസാരിച്ച് ഞങ്ങൾ നല്ല കൂട്ടാണ്. അവിടെ പോയതിന് ശേഷം അയാളുടെ ഒരു കാര്യങ്ങളോ അയാളുടെ ഒരു അപ്ഡേറ്റോ ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് എന്തായിരിക്കും നിങ്ങളെ ഒരു ദേഷ്യം സങ്കടമൊക്കെ എത്ര ആയിരിക്കും? അപ്പോൾ ഇയാൾ വിളിക്കുമ്പോൾ ഇയാൾ പറയും, ഞാൻ ഇന്ന വണ്ടിയിലാണ്, മറ്റേ ലോറി വണ്ടിയിലാണ്, മറ്റേ വണ്ടിയിലാണ്, ഇതിലാണ്, ട്രെയിലറിലാണ്, അങ്ങോട്ടാണ്, ആനയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്നെ അങ്ങനെ കൊണ്ടുപോവുക ഓരോ ദിവസം മുന്നോട്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തേ, ഇയാൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. കുറേ ആളുകൾ ചോദിക്കുന്നത് എന്തായി. ഞാൻ നാട്ടിൽ വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇയാൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും എന്നോട്, എപ്പോഴാണ് നാട്ടിൽ വരുന്നത്, നാട്ടിൽ വരുന്നുണ്ടോ, വന്നിട്ട് എന്താ ചെയ്യുന്നത്, അതൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാളിപ്പോൾ എന്തിനാ അതൊക്കെ ചോദിക്കണത്? ഞാൻ അങ്ങനെ വിചാരിക്കൂട്ടോ. അപ്പോൾ എനിക്കിതൊന്നും ഓടില്ല. കാരണം നമ്മളൊരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ പോലെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരാളാവുമ്പോൾ അയാൾ നല്ലത് എപ്പോൾ വിളിച്ചാലും പറയും, ബ്രോ ഞാൻ പള്ളിയിലാണ്, മോനെ ഞാൻ പള്ളിയിലാണ്, ഞാൻ നിസ്കരിക്കട്ടെ, ഞാൻ മൗലൂദിലാണ്, മറ്റോടത്താണ്, ഇവിടെയാണ്, ഇവിടെ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അയാളെ വിശ്വാസമാവുമല്ലോ. ഓക്കെ. അപ്പം അങ്ങനെ ഒരു വിവരം ഇയാളെ കാര്യങ്ങളൊന്നും കിട്ടാത്തപ്പോൾ ഞാൻ ഇയാൾക്ക് വിളിച്ചു. ഞാൻ വിളിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ ഓഫീസിൽ നിന്ന് താഴെ പള്ളിയാണ്. അപ്പം ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അന്ന് പള്ളി നിസ്കാരത്തിന് വന്നത്. അപ്പോൾ പള്ളിയിൽ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മനഃപൂർവ്വം ലേറ്റായി വന്നു. എന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇയാൾക്ക് വിളിച്ചു. അപ്പോൾ അയാൾ നല്ല രീതിക്ക് സംസാരിക്കണം. എന്തൊക്കെ ഞാൻ ചോദിച്ചു, എന്തായി കേസും കാര്യങ്ങളും, എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് തരാത്ത, എന്തായി അവിടെ? ഇയാൾ എന്തൊക്കെയോ ഒളിച്ച് കളിക്കണ മാതിരി എനിക്ക് ഇങ്ങനെ തോന്നി. അപ്പോൾ ഇയാൾ എന്നോട് അടുത്തേക്ക് പറയാണ്, നീ ഇത്ര മാസം എന്നെ മറച്ചു വെച്ചല്ലോ, ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിങ്ങളുടെ ടൂൺ എന്താ മാറുന്നത്? അതിൽ ഇയാളൊക്കെ എന്തൊക്കെ ഒരു കള്ളക്കളി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്താ സംസാരിച്ചത്, എന്താണ് പറ്റിയത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചല്ലോ. സത്യം പറയാൻ എനിക്ക് അരിശം കയറിയിട്ട്. കാരണം ഞാൻ നാട്ടിൽ വരുമ്പോഴേക്ക് ഇതിന് കുറേ പ്ലാനിങ് ഉണ്ട് എനിക്ക്. കാരണം പോലീസിൻ്റെ ഭാഗത്ത് നീക്കങ്ങളോ കാര്യമില്ലെങ്കിൽ അത് ഇവരെ വീട്ടുകാരെ വെച്ചിട്ട് കണ്ണൂരിൽ തന്നെ നമുക്ക് പ്രസ് മീറ്റ് കാര്യങ്ങൾ വിളിച്ച് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പോലീസുകാരായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഒക്കെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ആകെ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്കായിരിക്കും വരിക. ഇതിന് വേണ്ടിയിട്ട് വരുന്നത് തന്നെ, സത്യം പറയാലോ. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ ഇയാളൊരു അപ്ഡേറ്റ് കാര്യങ്ങൾ തരുന്നില്ല എനിക്ക്. കാരണം ഞാൻ അയാളെ വിട്ടത്. അപ്പം ഞാൻ എന്താ ഇയാൾ ഇങ്ങനെയെന്ന് പറയാം. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ ഇയാളെ വിളിച്ചിട്ട്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യുന്നത്, ഇതാണ്. എനിക്ക് സത്യം പറയാനുണ്ടല്ലോ, ഞാൻ അല്ലെങ്കിലേ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും, ബിസിനസ്സും ഓഫീസും, അതിൻ്റെ ഇടയിൽ ഇതും ഒക്കെ പാടായിട്ട്, അതിൻ്റെ ഇടയിൽ ഓരോ തെണ്ടികൾ യൂട്യൂബിൽ ഇടുന്ന കാര്യങ്ങളും, തെണ്ടികൾ എന്ന് പറഞ്ഞാൽ അയാളെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ളതെന്നൊക്കെ ഒരു അനാവശ്യമായിട്ടൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവസാനം ദേഷ്യം പിടിച്ചിട്ട് ഞാനൊരു ബോംബ് ഇട്ടിട്ടാണ് പോകുന്നത്. എല്ലാം കൂടെ ഇട്ടിട്ട് ഞാനിതെല്ലാം വിളിച്ച് പറഞ്ഞിട്ടൊരു ബോംബ് ഇട്ടിട്ട് ഞാനോട് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ബോംബ്, അങ്ങനെ ബോംബ്, ഞാൻ നല്ല ആൾക്കായി. അപ്പോൾ അപ്പോൾ ഞാൻ അയാളോട് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ എന്തൊക്കെയോ സംതിങ്. അപ്പോൾ ആ ഒരു സംസാരം ഉണ്ടല്ലോ, ഞാൻ ചുരുക്കി പറയാം, അന്നത്തെ ആ ഒരു സംസാരം ഒക്കെ ഇയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് ഇയാളിത് നേരെ കുട്ടിയുടെ വാപ്പൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഇല്ലാന്ന് കുട്ടിയുടെ വാപ്പ എത്ര പറഞ്ഞാലും എൻ്റെ അടുത്ത് ഇതിനുള്ള തെളിവുകളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ വാപ്പാൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പുറത്ത് എവിടെയാണ് അവർ മീറ്റ് ചെയ്തത്, പുറത്ത് പോയത് എത്ര മണിക്കൂർ സംസാരിച്ചു എന്നൊക്കെയുള്ള എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പോടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ ആവട്ടെ. അല്ലാതെ ഇനിയിപ്പോൾ വേറെ കാര്യം, ഇനിയിപ്പോൾ അവർ നിഷേധിച്ചാലും ഞാൻ സംസാരിച്ചത് എനിക്ക് അയച്ചതും ഈ സുഹൈലാണ് അയച്ചത്. അപ്പോൾ അവൻ നേരത്തെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതന്നെ വലിയൊരു കളവാണ്. ഓക്കെ, പോട്ടെ. അപ്പോൾ അയാൾ എനിക്ക് സംസാരിച്ചതൊക്കെ അയച്ചു. 10 മിനിറ്റും കുറച്ച് സംതിങ് ഉണ്ട്. അപ്പോൾ എന്നോട് സുഹൈൽ വെച്ചു, എന്താ ഈ ബോംബിടുന്നൊക്കെ പറഞ്ഞേ. ഞാൻ സുഹൈലിനോട് പറഞ്ഞു, സുഹൈലെ അത് ദേഷ്യം പിടിച്ചിട്ടുള്ളൂ, എൻ്റെ കുട്ടിക്കും കാര്യങ്ങൾ ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയത്, അതൊന്നുമില്ല, സംതിങ് വെച്ചെന്ന് പറഞ്ഞു. അതവിടെ കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ഇയാൾ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാ? ഞാൻ ഈ പറഞ്ഞു വെച്ച ആൾ, നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ പറഞ്ഞു വെച്ചാൽ കുട്ടി ഉണ്ട് എന്ന് പറയുന്ന അവർ ഭയങ്കര പണക്കാരാണ്, പണച്ചാക്കുകളാണ്. ഈ കുട്ടിയെ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് 21-22 ലക്ഷത്തിന് മേടിച്ചു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ എനിക്കിത് ചെയ്യേണ്ടത് എൻ്റെ ഭാഗത്ത് ക്ലിയർ ആക്കാൻ, ഇത് നമുക്ക് നിയമപരമായിട്ട് മാത്രമേ അവിടുന്ന് ആ കുട്ടിയെ, നമ്മളെ കുട്ടിയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരാണോ എന്നുള്ള അറിഞ്ഞതിന് ശേഷം അവരെ പോയിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത് സമർപ്പിക്കണം. ഈ ഇന്ന കാര്യങ്ങളുണ്ട് സാർ എന്ന് പറഞ്ഞു. അവർ കേട്ടിട്ടില്ലെങ്കിൽ നമ്മളത് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മീഡിയയൊക്കെ കൊടുക്കണം.
അതായിരുന്നു പ്ലാനിങ്. അപ്പോൾ ഞാൻ സുഹൈലിനെ വിളിക്കും, എന്നും വിളിക്കുമ്പോൾ സുഹൈൽ ഒരു ഊരവേദനയാണ്, കൈയിൻ്റെ വേദനയാണ്, കാലിൻ്റെ വേദനയാണ്. അവൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് അയാൾ ഒരുപാട് ആ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ ആളായിരിക്കും. അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ട് ഒരു മടുപ്പുണ്ടാവും, അവരുടെ പെരുമാറ്റമോ കാര്യങ്ങളോ അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഞാനിപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അയാളെ ഞാൻ കുറ്റം പറയില്ല, അയാളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ വ്യക്തി. അപ്പോൾ അങ്ങനെ ഇയാളെ ഞാൻ പറഞ്ഞയച്ച, നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്യണം, ഈ പറഞ്ഞയച്ചതിന് ശേഷം എനിക്കൊരു അപ്ഡേറ്റോ കാര്യങ്ങളോ തരാത്ത ഈ വ്യക്തി ഇങ്ങനെ കുത്തിത്തീർപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഞാൻ അവിടെ പോയിട്ട് വല്ല കാശും മേടിച്ചിട്ടുണ്ടാവും, നമ്മൾ ചിന്തിക്കണം. എന്നിട്ടാണ്, കാരണം സുഹൈലിനെയും വീട്ടുകാരെയും എന്നെയും മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അടിയിലൊക്കെ മോശമാക്കി ഇങ്ങനെ തെറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ വലിയൊരു യൂട്യൂബറായിരുന്നു എന്ന്, അല്ലെങ്കിൽ മറ്റുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ സ്വകാര്യമായി സംസാരിച്ച് ആളുകൾക്ക് വേണ്ടത് കുറേ നിസ്കരിച്ചോണ്ടോ നോമ്പെടുത്തോണ്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് വേണ്ടത് ഒരാളുടെ രഹസ്യം, അതായത് അയാൾ അത്ര വിശ്വസിച്ച് വലിയ കാര്യമൊന്നുമില്ല, ബോംബ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അത് ഞങ്ങൾക്ക് തരാം, എൻ്റെ വോയിസ് അല്ലേ, അപ്പോൾ ആരും പേടിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഇയാളിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ പാവം സാധുക്കളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തിന് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ പിറകെ പോയിട്ടില്ല. അത് നിങ്ങൾക്ക് എന്ത് ചിന്തിച്ചിട്ട് തോന്നുന്നെന്ന് നിങ്ങളിതിൽ കമൻറ്റ് ഇട്ടോളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ സംഭവിച്ച കാര്യങ്ങൾ. ഞാൻ പറഞ്ഞതൊക്കെ ഒരുപാട് മിനിറ്റൊക്കെ ആയി, ഞാൻ കട്ടില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് എൻ്റെ ഈ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തതാണ്. അപ്പോൾ ലൈവ് വന്നാൽ പരിചയം, കുട്ടിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞു. 9ാമത്തെ എന്താണ് കുട്ടിയുടെ ഉപ്പാക്ക് നാട്ടുകാരുടെ സപ്പോർട്ട് കിട്ടാത്തത്, അത് നിങ്ങൾക്ക് തന്നെ നാട്ടുകാരോട് ചോദിച്ചു നോക്കാം. ഞാൻ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ നാട്ടിൽ നിന്ന് പറയുന്നത് ഈ കുട്ടീൻ്റെ പേരും പറഞ്ഞിട്ട് ഇയാൾ പിരിവെടുക്കുന്നത് എന്നൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കേട്ട കാര്യങ്ങൾ. പക്ഷേ ഞാൻ ഇന്ന് വരെ അയാൾ പിരിവെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എന്നോടും അയാൾ പറഞ്ഞിട്ടില്ല പിരിവെടുക്കാൻ. ഞങ്ങൾ ടീമുകളോടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞങ്ങൾ പിരിവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് അക്കൗണ്ട് നമ്പർ അയാളുടെ പേരിലായിരുന്നു. വ്യക്തത വന്നോ? പിന്നെ അവർക്കുള്ള പ്രശ്നം ഈ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്നതല്ലേ, നമ്മൾ പലരെയും സഹായിക്കുന്നുണ്ട്, അതൊക്കെ അയാൾക്ക് വളരെ ബുദ്ധിമുട്ടും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ പല ആളുകൾ സഹായിക്കുന്ന പാവപ്പെട്ടവരെ കയ്യിൽ എത്തിമക്കൊക്കെ കൊടുക്കുന്നതൊക്കെ, അത് മറ്റുള്ള ആരും അതിൽ തലയിടണ്ട. ഓക്കെ, പിന്നെ ഇതൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്, ജിന്നു കൂടി ഒരാളെ കാണാൻ പോയപ്പോൾ സംഭവിച്ചതെന്ത്? ഒരു സ്ഥലത്ത് ജിന്നു കൂടി ഒരാളുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കുള്ളത് തന്നെയാണ്, അത് ജിന്നുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അയാളല്ല സംസാരിക്കുന്നത് നമ്മളോട്. നമ്മളൊരു കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഞാൻ ഒക്കെ തുറന്ന് പറയാൻ തന്നെ വന്നത് കേട്ടോ, അതുകൊണ്ട് പറയുന്നത്, കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടിയാണ് സംസാരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു സ്ഥലമുണ്ട്, എനിക്കറിയാം. അപ്പോൾ അങ്ങോട്ട് ഈ ആളെ ഞാൻ വിട്ടത്, ഈ ആളെ വിട്ടു, ഇയാളിത് തേടി പിടിച്ച് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ആളെ അടുത്തേക്ക് ഈ വീട്ടുകാരെ ഞാൻ വിടുകയാണ്, സുഹൈലിൻ്റെ വീട്ടുകാരെയും ഇവരൊക്കെ വിട്ടതിന് ശേഷം അവിടെ ചെന്നിട്ട് സംഭവിച്ചത് എന്താണ്? സുഹൈലും വിട്ട വോയിസും കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട്, പക്ഷേ അതൊന്നും ശരിയല്ല. പലരുടെ വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത് ശരിയല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു, അതൊന്നും ഞാൻ വിടുന്നില്ല. അപ്പോൾ അയാൾ, ഈ വിട്ട വ്യക്തി ഉണ്ടല്ലോ, അയാൾ അവിടെ ചെന്നിട്ട് അയാൾ കുടുംബകാര്യങ്ങളും മാത്രങ്ങളെ സംസാരിച്ചത്. അവിടെ നമ്മളെ കുട്ടീൻ്റെ കാര്യങ്ങളെ കുറച്ച് കാര്യം സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയത് അയാൾ പറഞ്ഞതും നമ്മളിപ്പോൾ ഈ കണ്ടെത്തിയ സ്ഥലം ഏകദേശം ഒന്നാണ്, ഒരു സർക്കിളിൽ തന്നെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് വിശ്വാസമില്ല, പക്ഷേ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു കുളിര്. ഓക്കെ, പിന്നെ ഇവരെ ഒരുപാട് മന്ത്രവാദികളെടുത്തും കാര്യങ്ങൾ, കാരണം സ്വന്തം മക്കളല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടട്ടെ. അയാളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു, നമുക്കറിയാത്ത കാര്യങ്ങൾ മുമ്പ്. അപ്പോൾ ഈ സമയത്തൊക്കെ പോയത് എല്ലാവരും പറയുന്നത് കുട്ടിയെ ഒരു 12 വയസ്സിൽ കിട്ടും എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. സത്യസന്ധമാണത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ കുട്ടിക്ക് ഏകദേശം 11-12 വയസ്സാവുന്നു, കിട്ടും. അത് ആ കുട്ടിയെ കിട്ടും തന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത്. അല്ലാതെ ഞാനിതിൽ ഏതോ നാട്ടിൽ കിടക്കുന്ന ഇതിൽ ഞാൻ എത്തിപ്പെടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ജിന്നു കൂടിയതും കഴിഞ്ഞു. ദിയ ഫാത്തിമയുടെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ പിരിവ് നടത്തിയോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു, 3ാമത്തെ. അതിന് ഞാൻ മറുപടി തന്നു, ഇങ്ങനെയാണ് സംഭവിച്ചത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളല്ലേ തരുന്നത്, അല്ലെങ്കിൽ ഞാനാണ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ. അല്ലാതെ ഞാനൊരു അക്കൗണ്ട് ഇട്ട് ഇതിലേക്ക് അങ്ങനെ ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ടെത്തിയ കുട്ടി 90% മാച്ചായിട്ടും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ ഞാനത് പറഞ്ഞു. അപ്പോൾ എല്ലാം ഈ ഫോട്ടോ ഞാൻ അവർക്ക് ഇത്ര സമയത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ വീട്ടിൽ ഉമ്മ ആകെ കൈയും കാലം വറക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ടിൽ വായിച്ചു നോക്കുങ്ങൾ. അവർക്കും അതേപോലെ സുഹൈലിനും ഒക്കെ ഇത്രയും ആ സമയത്ത് കറക്റ്റ് സമയത്ത് അയച്ചു കൊടുത്തിട്ടും ഏതോ ഒരു തണ്ടി പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ഒരാളെ ഇത്രയൊക്കെ അധിക്ഷേപിച്ച് ഇത്രയൊക്കെ, അത് അയാളുടെ നന്ദികേടെന്ന് ഞാൻ പറയില്ല, അയാളുടെ വിവരമില്ലായ്മ അല്ലെങ്കിൽ അയാളുടെ അറിവില്ലായ്മ ആയിരിക്കും. പക്ഷെ ഞാനതൊക്കെ ക്ഷമിച്ചു, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അയാൾ എന്നോട് പറയുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ പേര് പറഞ്ഞു, ഇനി ഈ വീഡിയോ ഇട്ടാൽ ഞാൻ എന്താ ACP DGPയുടെ അടുത്ത് പോകും, മറ്റോടത്ത് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആ കുട്ടിയുടെ പേരിന് പകരം ഇവിടെ രാമൻകുട്ടിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ആ കുട്ടിയുടെ പേരെന്നെ വെച്ചിട്ടിടണം. അപ്പം എന്നോട് ക്ഷമിക്കുക, ഞാനിതൊന്നും പ്രിപ്പയർ ചെയ്ത് വന്നല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്ന് ഷർട്ട് മാറ്റി നേരെ വന്നിട്ടാണ് ചെയ്തതാണ്. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഞാനൊന്ന് കേട്ടതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിത് നാളെ വിടാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ആരോടും വൈരാഗ്യമില്ല, എനിക്ക് ആരോടും ദേഷ്യമില്ല. പിന്നെ ഒരാളെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം, ഒരു വ്യക്തി എന്നെ നിരന്തരമായിട്ട്, ആഷിം റുബീന എന്ന് പറഞ്ഞൊരു വ്യക്തി നിരന്തരമായിട്ട്
എന്നെ കുറിച്ചിട്ട് ഞാൻ വന്ന അന്ന് മുതലേ എൻ്റെ പിന്നാലെ കൂടി ഒരു കാര്യം അറിയാതെ. എന്നാലും എന്തോ അയാൾ വീഡിയോ ഇട്ടിട്ടുണ്ട് 18 കൊല്ലം മുന്നേ കാണാതായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ ഒരു കാരണമില്ലാതെ എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് കുറേ കാലമായി. ഇയാൾക്ക് കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് ഇയാൾക്ക്. അങ്ങനെ ഇയാൾ എന്നെ കുറിച്ച് ചുമ്മാ അങ്ങനെ അതും ഇതൊക്കെ പറയാം. അപ്പം ഞാൻ കുറേയൊക്കെ സൈ കേട്ടപ്പോൾ ഞാൻ പബ്ലിക്കിൽ വന്ന് പറഞ്ഞിരുന്നു ആശിമേ അടങ്ങിയിരുന്നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനതൊക്കെ അപ്പം വിടുട്ടോ, ഞാനൊക്കെ പറഞ്ഞിട്ട്. കാരണം എനിക്ക് അയാളൊന്നും ഒരു ഇരയായിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും ആളെ, ആഷിറുബീന ഒരു കളവൻ. എൻ്റെ വാപ്പാൻ്റെ പ്രായമൊക്കെ ഉണ്ടാവും അയാൾക്ക്. അപ്പം ഞാനിങ്ങനെ തെറി പറയുന്നത് ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചു, എന്തിനാ പലരും പറയും എന്തിനാ അങ്ങനെ തെറിയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. നമുക്കൊരു ക്ഷമ കെടുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതുണ്ട്. ഞാനൊരു കാര്യം പറയാം, നമുക്കൊരു റെസ്പെക്ട്. അയാൾ പറഞ്ഞു ഞാൻ അയാൾക്കാണ് വോയിസ് ഇട്ടു പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ആയിരിക്കാം, എനിക്കതൊന്നും ഓർമ്മയില്ല. പക്ഷേ അയാൾ എന്നെക്കുറിച്ച് നല്ല വീഡിയോ കാര്യമൊക്കെ ആദ്യം ചെയ്തപ്പോൾ ഞാൻ അയാളെ പരിചയം ഒരു ഉസ്താദ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, എനിക്കൊരു സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെന്നത്. അങ്ങനെ ഞാൻ ഇയാളുടെ നോക്കുമ്പോൾ അന്ന് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇയാൾക്ക് കുറേ ഫ്രണ്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ കൊറോണ സമയത്ത് പൊട്ടിമുളച്ച കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇയാളെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഉസ്താദല്ലേ. അപ്പോൾ ഉസ്താദിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിൽ അയാൾ ഫോളോ ചെയ്തിരിക്കുന്നത്. പല അങ്ങക്ക് പോയാൽ കാണപ്പോൾ അയാൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി അയാൾ ഫോളോ ചെയ്ത ആളുകളെ എടുത്ത് നോക്കിയാൽ അറിയാം. പല സെക്സ് ആയിട്ടുള്ള ആളുകളൊക്കെ കാര്യങ്ങൾ ഞാനൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമില്ല, എനിക്കതൊരു ഇരല്ല, എന്നാലും ചുമ്മാ എടുത്ത് വെച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇയാളൊരു ഉസ്താദ് തന്നെയാണോ. പിന്നെ ഞാൻ എല്ലാം തുറന്ന് കാണിച്ചു കൊടുക്കണ പലരുടെ ലൈവിലും ഒക്കെ പോട്ടെ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറയാൻ വന്നത് അതൊക്കെ പോട്ടെ. ഓക്കെ, അപ്പോൾ അയാളോട് എനിക്ക് പറയാനുള്ളത്, അയാൾ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കും. ആദ്യമൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും, നീ എന്താണ് കേസിൻ്റെ കാര്യങ്ങൾ, അത് പറയോ ഇത് പറയാം. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങളൊരു ഉസ്താദല്ലേ ചോദിച്ചു. ഞാൻ ഉസ്താദൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ അയാളെ വിട്ടത് കേട്ടോ. പിന്നെ അയാളെ വാക്കുകളിലൊക്കെ ഒരു കള്ളത്തരമുള്ള പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഞാൻ എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, എൻ്റെ തെറ്റന്നെ അതാണ്. പക്ഷേ ഇയാളെ ഞാൻ അത്ര വിശ്വസിച്ചിട്ടില്ലായിരുന്നു, സത്യം പറയാലോ. അതുകൊണ്ട് ഞാൻ ഈ കേസിൻ്റെ സംഭവങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇയാൾക്ക് ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു കാര്യങ്ങളും ഇയാൾക്ക് കൊടുത്തില്ല. ഞാൻ അതിൻ്റെ പേരിൽ ഇയാൾ എന്ത് ചെയ്തു, ആദ്യം ചെയ്തത് ദിയ ഫാത്തിമേനെ ഉമ്മക്ക് വിളിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞ് എന്തോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ അയാൾ ആദ്യം ശ്രമിച്ചു. വയറ് നിറച്ച് ദിയ ഫാത്തിമേൻ്റെ വീട്ടുകാരെ ഇയാൾക്ക് കൊടുത്തു. അതിന് എൻ്റെ അടുത്ത് തെളിവുണ്ട്. ഞാൻ അയാൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരികയാണെങ്കിൽ ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇട്ട് തരാം, ഉമ്മ സംസാരിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇയാൾ അറിയാം, ഞാൻ എങ്ങനെ ഒഴിവാക്കി വിട്ടതാണ്. അങ്ങനെ ഇയാൾ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇയാൾ ഓരോന്നിങ്ങനെ ചൊറിയാൻ വന്നപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ആശിമിനോട് പറയാനുള്ളത്, മനുഷ്യന് ക്ഷമ എന്നൊക്കെ പറയുന്നത് ആശിമെ ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും ആശിമേ. ഓക്കെ, ഒരാളെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും മിണ്ടാതിരിക്കുക. ഒന്നുകിലും ഒരു വേഷം, കള്ള വേഷമാണെങ്കിലും ഇട്ടിട്ട് ഇയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പ്രശ്നം എന്താ അറിയോ, ഇയാൾ അപ്പോൾ നമുക്ക് ഉത്തരം മുട്ടും. ഇയാൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല, അയാൾ പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പറയും ഞാൻ SSF ആണ്, ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ. ഞാൻ SSF ആയിരുന്നു ഒരു കാലത്ത്, കുറേ കൂടി പിടിച്ചൊക്കെ നടന്നതാണ്. ഓക്കെ, അപ്പോൾ ഇയാൾ SSF ആണ്, സംഘടന അത് ഇത് എന്നൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്നൊരു വീഡിയോ കിട്ടിയതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കമൻറ്റോ കാര്യങ്ങളോ ഇട്ട് ഇയാൾ അനുകൂലമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം അയാൾ പറയും അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ടുണ്ട് ദുആ തുടങ്ങും. അപ്പോൾ ആൾക്കാർ ആയിരിക്കും ഇയാളിപ്പോൾ പാവം, ഒന്നും പറയാൻ പറ്റില്ല. ഈ കള്ളനെ നമ്പിയാൽ സത്യം ഞാൻ പറയുന്നത് ഇത്രയും കാരണം ഇയാൾ എല്ലാ കള്ളത്തരും എനിക്കറിയാം. ഇയാൾ എന്തൊക്കെ കാണുന്നത്, ഇയാൾ എത്രത്തോളം, കാരണം നിങ്ങളൊക്കെ കുറേ ആളുകളായാലും ഉമ്മമാരൊക്കെ പാവപ്പെട്ടവരൊക്കെ അയാളോട് ദുആ ചെയ്യാൻ പറയും. ഓക്കെ, ദുആ ചെയ്തോട്ടെ, ഒക്കെ നല്ലത്. അപ്പോൾ എന്നോട് കളിച്ചാൽ ആശിമക്ക സ്നേഹത്തോടെ ഞാൻ പറയണം. ഓക്കെ, ഞാൻ നന്നായി ഒലുമ്പും. എനിക്ക് അതിന് വേണ്ടിയിട്ട് ഞാനവിടെ തുനിഞ്ഞിറങ്ങും. പിന്നെ എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലെ വിട്ടത്. പിന്നെ എനിക്ക് നിങ്ങളൊരു ഇരയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, മൈക്രോസോഫ്റ്റിലൊക്കെ അമ്മായി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. മൈക്രോസോഫ്റ്റിലൊക്കെ പെണ്ണുണ്ട്, അമ്മായി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി, നമ്പലിൻ്റെ അടുത്ത് എടുക്കണ്ട. ഓക്കെ, പിന്നെ നിങ്ങൾ പറഞ്ഞു എനിക്ക് ഇത്ര യൂട്യൂബേഴ്സ് ഉണ്ട്, ഇത്ര ആളുകളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു എന്നോടല്ല പലരിടത്തും പറയുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, 100 ആടുകൾ വന്നാൽ ഒരു സിംഹത്തെ കൊല്ലാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഉണർത്തരുത് കൂടുതൽ. കുറേ കാലമായി സഹിക്കണം നിങ്ങളെ. ഞാനിത് പബ്ലിക്കായിട്ട് പറയാം. അപ്പോൾ സഹിക്കണം. ഞാൻ ലീഗലായിട്ട് ചെയ്യുള്ളൂ, എന്ത് ചെയ്യുകയാണെങ്കിൽ ലീഗലായിട്ട് ചെയ്യുള്ളൂ. ഞാനിവിടെ അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെന്താണെന്ന് ഞാൻ ഈ പ്രേക്ഷകർക്ക് തുറന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ, പിന്നെ അത് ഇത് ചെയ്തെന്ന് പറഞ്ഞ് വരരുത്. ഞങ്ങളെ ചീത്ത പറയുമ്പോഴും എന്നോട് ഉമ്മമാർ പറയില്ല അയാളെ വിട്ടാളെന്നേ പറയുള്ളൂ എന്നോട്. അപ്പോൾ സ്വയം വില കളയരുത്. ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ വെക്കുന്ന തൊപ്പി ഉണ്ടല്ലോ അതിനോടെങ്കിലും കുറച്ച് നീതി പുലർത്തുക, ഒരു മനുഷ്യനാവുക. ആർക്കും ഉപകാരം കാര്യങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും സഹായിക്കുന്നുണ്ടോ, കാര്യങ്ങളുണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് പോയിക്കോളും. അതായിരിക്കും നല്ലത്. ഒരാളെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ കുറിച്ച് എന്തൊക്കെ നിഗമനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഇതിൻ്റെ കേസുകളൊന്നും നിങ്ങൾക്ക് തരാത്തതിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ അതും ഇതൊക്കെ പറയുന്നത് വളരെ മോശമാണ്. ഇത് അവസാനത്തൊരു വാണിംഗ് ആയിട്ട് കൂട്ടുക. നിങ്ങൾ എന്നെ ഭീഷണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നലെ ഞാനൊക്കെ വീഡിയോ ഇട്ടിരുന്നല്ലോ. ഭീഷണിയാണെങ്കിൽ ഭീഷണി തന്നെ, അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങളെ കുറേ പീക്കരികളുണ്ട്, എനിക്ക് ഭീഷണിപ്പെടുത്തുന്ന ആളുകളൊക്കെ എനിക്ക് കുറേ ഭീഷണി വരുന്നുണ്ട് നിങ്ങളെ വഴിയിൽ നിന്ന്. ഓക്കെ,
പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ധന്യ പാലക്കാട്. അപ്പോൾ അവരെ കുറിച്ച് എന്താണെന്നുള്ളത്, എന്നെക്കുറിച്ച് എന്നോട് പലരും പറയും അവർ ഫേക്കാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവർ പല ആളുകളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് യൂട്യൂബേഴ്സിനെ ഒരുപാട് ആളുകൾ, എന്നോട് സംസാരിക്കുന്നവരൊക്കെ നല്ലവരെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നോട് ഈ ധന്യ ഫേക്കാണ്, ധന്യ അങ്ങനെയാണ്, ധന്യ ഇങ്ങനെയാണെന്നൊക്കെ എല്ലാവരും പറയും. അപ്പം ഞാനതിങ്ങനെ പകുതി വിശ്വസിച്ച് ആയിരിക്കുമോ ആകോ അങ്ങനെയൊക്കെ വിശ്വസിച്ച്, പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല കേട്ടോ. ഞാൻ പറയാം, എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് പറയണേ. അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ധന്യനോട് എനിക്കുള്ള ദേഷ്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഈ ആഷിമൊക്കെ ഇങ്ങനെ തന്നെ, ധന്യ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ ആയിരുന്നു കേട്ടോ, വാസ് നോട്ട് ഈസ് ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു അവർ. അപ്പോൾ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു, ഞാൻ കാണാറൊക്കെ. ഞാൻ ഈ യൂട്യൂബിൽ വരുന്ന മുമ്പ് അവരുടെ വീഡിയോ കാണാറുണ്ട്. അങ്ങനെ ഈ കുട്ടി എന്നോട് ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് ദേഷ്യം തോന്നാൻ കാരണം, ഈ ആഷിം എന്ന് പറഞ്ഞ ഈ ഉപ്പാപ്പ ഇങ്ങനെയൊക്കെ കിളവൻ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ലൈവിൽ വന്നിട്ട് കളിയാക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ചിരിച്ചതൊക്കെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇവരെൻ്റെ ഒരു ഫ്രണ്ടായിട്ട് പോലും ഇവരിങ്ങനെയൊക്കെ എന്നെ തെറ്റിദ്ധരിച്ച് അയാളെ കൂടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു വിഷമം വന്നുകൊണ്ടാണ് ഞാൻ ആ ബന്ധം വിട്ടത് അവരെ സത്യസന്ധമായിട്ട്. പിന്നെ പല ആളുകളും അവരുടെ സുഹൃത്തുക്കളും എന്നെ വിളിച്ചിട്ട് അവർക്കെതിരെ വീഡിയോ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു എന്നോട്. ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. എനിക്ക് വേറെ അവരോട് ദേഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ഈ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് അവർ നല്ലൊരു യൂട്യൂബറാണ്. എന്നെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആളുകളെ ഒന്നും അവർ ചതിച്ചായിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ അതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ ഇന്നലെയൊക്കെ അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇന്നലെയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. അപ്പം എനിവേ ഇൻഷാ അല്ലാ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഒരുപാട് 50 മിനിറ്റോളൊക്കെ ആയി, എന്നോട് ക്ഷമിക്കണം എല്ലാവരും. കാരണം ഞാൻ പറ്റുന്നതൊക്കെ കുറേയൊക്കെ കട്ട് ചെയ്യുക, ഓക്കെ ക്ഷമിക്കുക. ഞാൻ എന്തോ പറയാൻ വിഷമങ്ങളൊക്കെ വന്നാൽ ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല, എനിക്കതിന് താല്പര്യമില്ല. പക്ഷെ എന്നെ വരുത്തരുത്. ഞാൻ കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ സഹായിച്ചത് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഇനി വരുത്തരുത്. ഇനി ഇതിൻ്റെ പേരിൽ വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും സുഹൈലെ നിങ്ങളൊന്നും ചെയ്തു വരരുത്. അപ്പോൾ അതെൻ്റെ ആഗ്രഹമാണ്. പിന്നെ ഇനി ആളുകൾക്ക് പറയാനുള്ള അവർ കമൻറ്റ് ഇടട്ടെ, അതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ